മുൻ വൈദ്യുത മന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. അരുൺ രാജ് കൊല്ലത്ത് നിന്നും ഒപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും B ദിലീപ് കുമാർ കൂടി ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയുമായിരുന്ന CV പത്മരാജന്റെ അന്ത്യം അല്പസമയം മുമ്പാണ് സംഭവിച്ചത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ചികിത്സയിലിരുന്നത്. ഇതേ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. CV പത്മരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1982 ചടയമംഗലത്ത് നിന്ന് മത്സരിച്ച ആദ്യ ടീമിൽ തന്നെ മന്ത്രിയായി കേരളത്തിന്റെ ഈ സൗമ്യമായ രാഷ്ട്രീയ മുഖത്തിന് ഉടമയായിരുന്നു CV പത്മരാജൻ. CV പത്മരാജൻ 83-ലാണ് ഈ മന്ത്രിസ്ഥാനം രാജിവെച്ച് KPCC അധ്യക്ഷനായി മാറുന്നത്. KPCC അധ്യക്ഷനായി മാറുമ്പോഴാണ് ഇന്ന് കാണുന്ന KPCCയുടെ ആസ്ഥാനം ഇരിക്കുന്ന ആ സ്ഥലമടക്കം വാങ്ങുന്നതിനും ഒരു സ്വന്തമായ ഒരു ആസ്ഥാനം എന്ന ഒരു ആശയത്തിലേക്കടക്കം പോവുകയും ചെയ്ത് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് KPCCക്ക് ഒരു ആസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് CV പത്മരാജൻ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് VM സുധീരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VM സുധീരൻ, CV പത്മരാജന്റെ അന്ത്യവാർത്തയാണ് അല്പസം മുമ്പ് പുറത്തു വന്നത്. എങ്ങനെ ഓർത്തെടുക്കുന്നു CV പത്മരാജൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, ഒപ്പം സഹപ്രവർത്തകനെ? പ്രിയപ്പെട്ട പത്മരാജൻ വക്കീലിന്റെ വേർപാട് വളരെയേറെ വേദനാജനകമാണ്. ഞാൻ KSU പ്രവർത്തകനായിരുന്ന കാലം മുതലേ അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹവുമായി അടുത്ത ബന്ധമാണ് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. ആ സ്നേഹബന്ധം അനശ്വതമായി തുടർന്നു വന്നു. സ്നേഹവും വാത്സല്യവും എന്നെപ്പോലുള്ളവർക്ക് പകർന്നു തരാൻ അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു. കേരളം കണ്ട പ്രഗത്ഭനായ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ നയങ്ങൾക്ക് നേരെ, നിലപാടുകൾക്ക് നേരെ ശക്തമായ വെല്ലുവിളി ഉയർന്ന ഘട്ടങ്ങളിൽ അതെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ച നിയമസഭയിലാകട്ടെ പുറത്താകട്ടെ KPCC പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ സാധിച്ചത് മറക്കാനാവാത്തൊരു അനുഭവമായി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയായി ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് ആന്റണി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹം നൽകിയ എല്ലാ കാര്യത്തിലും, സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പുതിയ സംരംഭങ്ങൾക്കുള്ള ധനം അനുവദിക്കുന്നതിൽ അദ്ദേഹം നൽകിയ പിന്തുണ, സഹായം കടപ്പാടോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത്. പ്രിയപ്പെട്ട ലീഡർ ശ്രീ കരുണാകരൻ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിന്റെ ചുമതല വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കും. മികച്ച സംഘാടകൻ, പ്രഗത്ഭനായ ഭരണാധികാരിയും പാർലമെന്റേറിയനും, അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സമർത്ഥമായി നയിച്ച കോൺഗ്രസ് നേതാവ്, സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടുള്ള ജനസമ്മതനായ നേതാവ്. അതാണ് പത്മരാജൻ വക്കീൽ. സഹകരണ മേഖലയിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ മറക്കാനാകില്ല. പ്രിയപ്പെട്ട വക്കീലിന്റെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. പ്രിയപ്പെട്ട വക്കീലിന് അതീവ ദുഃഖത്തോടെ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നന്ദി ശ്രീ VM സുധീരൻ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. B ദിലീപ് കുമാർ ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ് കുമാർ, ഇപ്പോൾ VM സുധീരൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ CV പത്മരാജനെ കുറിച്ച് ഒരു കോമൺ കാര്യം പറയുക, സൗമ്യമുഖമാണ് കോൺഗ്രസിലെ, ഒപ്പം തന്നെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഒക്കെയായി, KPCCയുടെ പ്രസിഡന്റായൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ അന്ത്യയാത്ര പറയുവാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 മന്ത്രിസഭകളിൽ 2 തവണ കരുണാകരൻ മന്ത്രിസഭയിലും 1 തവണ ആന്റണി മന്ത്രിസഭയിലും അംഗമായിരുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ, കൊല്ലത്തിന്റെ ഏതൊക്കെ ചിത്രങ്ങളിൽ നമുക്ക് CV പത്മരാജനെ ചേർത്ത് വെക്കാം? പ്രജിൻ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 7 പതിറ്റാണ്ടോളം ഇഴപൊട്ടാത്ത ഒരു ബന്ധം കോൺഗ്രസുമായുള്ള CV പത്മരാജന് ഉണ്ടായിരുന്നു. അദ്ദേഹം പത്മരാജൻ വക്കീലെന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും ഒക്കെ മന്ത്രിസഭയിൽ ധനകാര്യമടക്കമുള്ള വകുപ്പുകൾ, വൈദ്യുതി മന്ത്രിയായിരുന്നു അദ്ദേഹം.
ഫിഷറീസ് മന്ത്രിയായിരുന്നു. അങ്ങനെ നിരവധി വകുപ്പുകളുടെ ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ കരുണാകരൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയപ്പോൾ 25 ദിവസം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ചുമതല കൂടി CV പത്മരാജൻ വഹിച്ചിട്ടുണ്ട്. ചാത്തന്നൂരിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അതിലായിരുന്നു അദ്ദേഹം കൂടുതൽ ശ്രദ്ധ. ഒരുപക്ഷെ അത് അന്നത്തെ അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ, KPCC അധ്യക്ഷനായിരിക്കുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പ് കാലുഷ്യത്തിൽ, അത് കെ കരുണാകരൻ AK ആന്റണി ഗ്രൂപ്പുകൾ എന്ന വേർതിരിവോടുകൂടി AI ഗ്രൂപ്പുകളുടെ ചേരിപ്പോരിലായിരുന്നു സംസ്ഥാന കോൺഗ്രസ്. ആ ഘട്ടത്തിലൊക്കെ പാർട്ടിയെ ഉലയാതെ പിടിച്ചു നിർത്തിയ KPCC അധ്യക്ഷൻ എന്ന ഒരു ബഹുമതി കൂടി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹം KPCC പ്രസിഡൻ്റായിരിക്കവെയാണ് ഇന്ദിരാഭവൻ എന്ന KPCCയുടെ ആസ്ഥാനം തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള പുരുഷോത്തം എന്ന് പറയുന്ന വീട് അദ്ദേഹം അത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചത് ഇദ്ദേഹം പ്രസിഡൻ്റായിരിക്കവെയാണ്. ഇപ്പോൾ വലിയ ബഹുനില മന്ദിരമായി ഇന്ദിരാഭവൻ മാറിയിട്ടുണ്ട്. പക്ഷേ ആ ഇന്ദിരാഭവനിലേക്ക് KPCCക്ക് ഒരാസ്ഥാനം വേണം എന്ന ചിന്തയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിനെ എത്തിച്ചത് അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നപ്പോഴാണ്. അദ്ദേഹം മണ്ഡലം തലങ്ങളിലൊക്കെ പോയി ഈ KPCC ആസ്ഥാനത്തിന് ഒരു ആസ്ഥാനം വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം ഫണ്ട് ശേഖരണം നേരിട്ട് തന്നെ അദ്ദേഹം നടത്തി. ഏതാണ്ട് 30 ലക്ഷം രൂപ അന്ന് ഏതാണ്ട് 1983 കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരിക്കെയാണ് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് ഈ KPCC പ്രസിഡൻ്റായത്. അങ്ങനെ അന്ന് ആസ്ഥാന മന്ദിരം അദ്ദേഹം വാങ്ങുകയും അത് പാർട്ടിക്ക് വേണ്ടി ആ കെട്ടിടം അത് ഇന്നിപ്പോൾ അത് ഇന്ദിരാഭവനായി മാറി, വലിയൊരു ബഹുനില മന്ദിരമായി മാറി. അങ്ങനെ ഇതിനൊക്കെ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തിലെ ഭരണ നേതൃത്വത്തെ സംബന്ധിച്ചുമൊക്കെ മായ്ക്കാൻ കഴിയാത്ത ഒരു പേരാണ്, തലയെടുപ്പുള്ള ഒരു പേരാണ് CV പത്മരാജൻ എന്നത്. പ്രജിൻ. ബി ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.